മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും ഭേദഗതി ചെയ്യുന്ന ബിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ നോട്ടീസ് നൽകി. ചട്ടം 267 പ്രകാരമാണ് നോട്ടീസ് നൽകിയത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ വികസിത് ഭാരത് ജിറാംജി എന്നാക്കി മാറ്റുന്ന ബിൽ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. ബില്ലിനെ ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷ നീക്കം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുക. വിഷ്ണു, വളരെ സമർത്ഥമായി നടത്തുന്ന ശ്രമങ്ങൾ സംഘപരിവാർ സർക്കാർ ഗാന്ധിയുടെ പേര് തുടച്ചു മാറ്റുന്നതിനൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ മാത്രമല്ല, പുതിയ ബില്ലിൽ പറയുന്നത് സംസ്ഥാനങ്ങളുടെ മേൽ കൂടുതൽ ബാധ്യത അടിച്ചേൽപ്പിക്കുക, 10% നിന്ന് 40% സംസ്ഥാന വിഹിതം ഉയർത്തുന്നതടക്കമുള്ള അപകടകരമായ നീക്കങ്ങൾ. എന്താണിപ്പോൾ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? സിജു, തീർച്ചയായിട്ടും ഇന്ന് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിലാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിക്കൊണ്ടുള്ള VB ജിറാംജി ബില്ല് അവതരിപ്പിക്കുക എന്നറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. രാജ്യസഭയിൽ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM രാജ്യസഭാ നേതാവ് കൂടിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചട്ടം 267 പ്രകാരമാണ് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ഇപ്പോൾ സമാന നോട്ടീസ് നൽകുന്നുണ്ട്. അതോടൊപ്പം ലോക്സഭയിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബില്ല് കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടി മാത്രമാണ് അംഗങ്ങൾക്കൊക്കെ തന്നെ നൽകിയത് എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുക എന്നതിന് അപ്പുറത്തേക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഈ ഒരു ബില്ലിൽ പല വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളുടെ ചുമതലയിൽ കൊണ്ടിടുന്ന ഒരു നീക്കം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം പുതിയ വ്യവസ്ഥ എന്ന് പറയുന്നത് 60% വിഹിതം മാത്രമായിരിക്കും കേന്ദ്ര സർക്കാർ നൽകുക, 40% വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നതാണ് ഇപ്പോൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്തത്. അപ്പോൾ ആ തലത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം ഏകദേശം 2000 കോടിയോളം രൂപയുടെ അധിക സാമ്പത്തിക ഭാരമായിരിക്കും വരിക. അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ അധിക സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുക എന്നൊരു നീക്കം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് വലിയ പ്രതിഷേധമായിരിക്കും സഭയിൽ ഉയർന്നു വരിക. സിജു, വിഷ്ണു, ഒരുപക്ഷെ നമുക്കറിയാം, ഈ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ JDUം അതോടൊപ്പം തന്നെ TDPയും അടക്കമുള്ള അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഈ ബില്ല് നടപ്പിലാക്കേണ്ടി വരും. ബാധ്യത അതേ സംസ്ഥാനങ്ങൾക്ക് വരും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ പ്രതിഷേധമോ ഈ പാർട്ടികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ ലോക്സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ അവരുടെ MPമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സിജു, നിലവിൽ അവരുടെ ഭാഗത്തുനിന്ന് JDUവിന്റെ ഭാഗത്തുനിന്ന് ബില്ലിനെതിരെ ഒരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ബില്ല് പാസ്സാക്കരുത്, ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് ലോക്സഭയിൽ ശക്തമായി തന്നെ ബില്ലിനെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ JDU ഈ ബില്ലിനെ എതിർക്കുന്നില്ല എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. സിജു.